കേരള കർഷക ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ മികച്ച കർഷകനെ ആദരിച്ചു. ഭരണിക്കാവ് സാകേതത്തിൽ രഘുവിനെ കർഷക ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ. നിസാർ പൊന്നാട അണിയിച്ച് ആദരിക്കുകയായിരുന്നു. കേരള കർഷക ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിങ്ങവന്ന കർഷക ദിനത്തിൽ മികച്ച കർഷകനെ ആദരിച്ചു. കർഷക ഫെഡറേഷൻ രൂപീകരിച്ചതിന് ശേഷം ഇന്നേ വരെ അതിന് മുടക്കം കൂടാതെ എല്ലാ വർഷവും ചിങ്ങം 1-ന് നല്ലൊരു കർഷകനെ ആദരിക്കുക എന്നുള്ള പരിപാടി കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ചിങ്ങം 1-ന് സംസ്ഥാന വ്യാപകമായി കേരള കർഷക ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ എല്ലാ പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടിയാണ് ഇവിടെയും നടക്കുന്നത്. വളരെ സജീവമായിട്ട് കാർഷിക പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു കർഷകനാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. പെൻഷനായതിനു ശേഷവും സർക്കാർ സർവീസിൽ ഇരിക്കുമ്പോഴും കൃഷിയോടുള്ള ഒരു ആഭിമുഖ്യവും താല്പര്യവും വളരെ കൃത്യമായി പ്രകടിപ്പിക്കുകയും അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുപോകുന്നതിനാവശ്യമായ തരത്തിലുള്ള അധ്വാനവും സമ്പത്ത് മുടക്കവും ഒക്കെ ചെയ്ത് ഇതിൽ കിട്ടുന്ന വരുമാനത്തേക്കാൾ ഉപരിയായിട്ട് കൃഷിയെ ഒരു പാഷനായിട്ട് എടുത്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ശ്രീ രഘു സാറിനെ ഇന്ന് ആദരിക്കുന്നതിന് വേണ്ടി CMPയുടെ ജില്ലാ സെക്രട്ടറി സഖാവ് എ. നിസാർ അവരുകളെ ക്ഷണിച്ചു. ഭരണിക്കാവ് സാകേതത്തിൽ രഘുവിനെ കർഷക ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ. നിസാർ പൊന്നാട അണിയിച്ച് ആദരിക്കുകയായിരുന്നു. യോഗത്തിൽ ജി. മുരളീധരൻപിള്ള സ്വാഗതം പറഞ്ഞു. അനുമോദന യോഗം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് മൾട്ടിപർപ്പസ് സഹകരണ സംഘം പ്രസിഡന്റ് എ. മുരളി ഉദ്ഘാടനം ചെയ്തു. എസ്. ഹരി, സുരേഷ് കാവിനേത്ത്, പരിപ്ര രാധാകൃഷ്ണൻ, ബി. വിശ്വനാഥൻ, ഉദയകുമാർ എന്നിവർ സംസാരിച്ചു. രഘു നന്ദി പറഞ്ഞു. ഇങ്ങനെയൊരു ദൗത്യം എന്നെ ഏൽപ്പിച്ച ഈ കർഷക ഫെഡറേഷൻ്റെ മുഴുവൻ അംഗങ്ങളെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു സംരംഭത്തിന് എന്നെ തിരഞ്ഞെടുക്കുകയും എൻ്റെ ഈ ഭവനത്തിനടുത്ത് ചേർന്ന് ഞങ്ങളോടൊപ്പം കുറേ നേരം പങ്കിടുകയും ഒരു സൗഹൃദത്തിൻ്റെ ഏറ്റവും നല്ലൊരു മുഹൂർത്തം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ കേരള കർഷക ഫെഡറേഷൻ സംഘത്തിൻ്റെ മുഴുവൻ അംഗങ്ങൾക്കും ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ ഈ അവസരത്തിൽ. CDNet ന്യൂസ്, കായംകുളം.